ബാക്കി ഡ്രൈവ്. അപ്പം തന്നില്ലേ? നേരത്തെ വാണിംഗ് കാണിക്കുന്നുണ്ട്, ഇതെടുക്കാൻ പറ്റും. പക്ഷേ ഒരു വലിവ് കുറവ് തോന്നിയില്ല. പക്ഷെ ഹാൻഡ് ബ്രേക്ക് കിടന്നിട്ടേ എനിക്കൊന്ന് ഫുള്ള് പിടിച്ചിടാഞ്ഞോണ്ടായിരിക്കും. ഓക്കെ, ഇത് ഏത് വർഷത്തെയാണ്? 2000. അപ്പം 24 കൊല്ലം പഴക്കമുണ്ടല്ലേ? പക്ഷെ എഞ്ചിനൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഇപ്പോഴും നല്ല കണ്ടീഷനാണ്. നമുക്ക് ഇപ്പൊ ബാംഗ്ലൂർ പോകണമെങ്കിലോ പോണ്ടിച്ചേരി പോകണമെങ്കിലോ എല്ലാം പോവാല്ലേ? വണ്ടി നമുക്ക് സേഫ് ആയിട്ട്. ഇത് ഫസ്റ്റ് തന്നെ എടുത്താണോ? ഞാൻ ഫസ്റ്റ് എടുത്ത. അന്ന് എന്ത് വില ഉണ്ടായിരുന്നു ഇതിന്? അന്ന് 5,45,000. ഓക്കെ, 5 ലക്ഷം. ഇപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു ഇന്നോവയുടെ കോളിസ് നിർത്തി. 2005 കോളിസ് നിർത്തി, പകരം അവർ ഇന്നോവ ഇറക്കി. ഓക്കെ, ഇന്നോവയ്ക്ക് തന്നെ ഇപ്പൊ എനിക്ക് 10-25 മേളിലോട്ടാണ്. ഫ്യൂൽ അടിക്കണമായിരുന്നോ? വേണ്ട, ഫ്യൂൽ ഉണ്ട്. ഓക്കെ, ഓക്കെ. ഇത് സൂക്ഷിക്കാനുള്ള കാര്യം എന്താണ് ഈ വണ്ടി തന്നെ? ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത സമയത്ത് എന്റെ ഇളയ കൊച്ചെന്ന് പറയുന്നത് അവർക്ക് 1 വയസ്സൊക്കെ ഉള്ളൂ. മൂത്ത കുഞ്ഞുങ്ങളെ എവരെയും കൊണ്ട് എല്ലാവരും ഞങ്ങള് ബാംഗ്ലൂരും പിന്നെ പൂനെ അതുപോലെ പോണ്ടിച്ചേരിയിലായിരുന്നു നമ്മൾ പഠിച്ചോണ്ടിരുന്നത്. ഈ വണ്ടിയിലോട്ട് ലോങ് യാത്രയുണ്ടായിരുന്നു. ഈ യാത്രയിലൊക്കെ കുഞ്ഞുങ്ങളെ ഇതിന്റെ ബാഗിൽ കിടന്നുറങ്ങി വലിയ ജാളിയായിട്ട് പോയിട്ട് അപ്പൊ ഏത് വണ്ടി എടുത്താലും ഇത് കൊടുക്കാൻ സമ്മതിക്കത്തില്ല കുട്ടികളും വീട്ടിൽ ആരും സമ്മതിക്കത്തില്ല. ഇതുവരെ ആ വണ്ടി ഒരു അപകടത്തിൽ പിന്നെ വീഴുകയോ നമുക്കൊരു പ്രശ്നങ്ങൾ സംഭവിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ വണ്ടി ഏത് വണ്ടി എടുക്കുന്നതിനേക്കാളും സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഓടിക്കുമ്പോൾ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇതിപ്പം 4,90,000 കിലോമീറ്റർ ഓടി. 489 999 അടക്കുന്നത്. ഇപ്പം 90 ആവും. വേറെ വണ്ടി ഉണ്ടോ പാരലലിന്? പാരലായിട്ട് എനിക്ക് ബ്രിസ ഉണ്ടായിരുന്നു. അപ്പൊ അത് കൊടുത്തു. ഇപ്പൊ ഇതാ ഉപയോഗിച്ചോണ്ടിരിക്കുന്നു. ഓ ശരി. ഇത് എന്നാലും ഒരു ഡെയിലി ഡ്രൈവറായിട്ട് യൂസ് ചെയ്യാല്ലേ? ഡെയിലി ഉപയോഗിക്കുക. എന്റെ വർക്ക് സൈറ്റിലും കാര്യങ്ങളിലും എല്ലാം ഇതാ പോകുന്നത്. എനിക്ക് ഡ്രൈവറുണ്ട്. പിന്നെ നമുക്കുള്ള എല്ലാ പർപ്പസും നടക്കും. എന്തെങ്കിലുമൊക്കെ ബാക്ക് സ്പേസ് കിടക്കുന്നത് കൊണ്ട് 10 പേർക്കുള്ള FS റണ്ണാണ് ഈ വണ്ടി. ശരി. സീറ്റിംഗ് കപ്പാസിറ്റി 10 ആണ്. എനിക്ക് എത്ര 4 ലക്ഷം ഓടിയിട്ട് അതിന്റെ കംഫോർട്ടിന് കുറവൊന്നുമില്ല. ഇപ്പോഴും 11-12 കിലോമീറ്റർ ഇപ്പോഴും 12 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. ശരി. ഇവിടുത്തെ പുതിയ അതും ഡീസലില്. എനിക്കൊന്ന് ഇപ്പോഴത്തെ പുതിയ വണ്ടിക്കൊക്കെ അത്രയൊക്കെ തന്നെ കിട്ടും. അതുപോലെ പെട്രോളിനകത്ത് ഇപ്പം 15 കിട്ടിയിരുന്നാലും ഡീസലിൽ 12 കിട്ടുന്നത് തമ്മിൽ തുല്യമില്ല. വിലയുടെ ഡിഫറൻസ് ഇത്രയും ഫ്രണ്ടേജ് കിട്ടുന്ന ഏതെങ്കിലും ഒരു വണ്ടിയുണ്ട്? ഫ്രണ്ടിൽ കിടക്കുന്ന എന്തും കാണാലോ. നമ്മുടെ സീറ്റിംഗ് നല്ല ഹൈ ആയിട്ടാണ്. സീറ്റിംഗും ഇതിന്റെ ഫ്രണ്ടും എന്നോയ്ക്ക് പോലെ എത്ര ഫ്രണ്ട് കിട്ടും? ഇല്ല നമ്മളെ കാണത്തില്ല. അത്ര വെയിറ്റിംഗ് ഷെഡ് പൊളിഞ്ഞാണ്. ഇത് കമ്പനി സർവീസ് ഒക്കെ തന്നെയാണോ എപ്പോഴും ചെയ്യുന്നത്?
പിന്നെ സർവീസ് അടുത്തിടെ വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് ഞാൻ പുറത്താണ്. ഓക്കെ. എൻജിൻ സൗണ്ട് ഒക്കെ ഇപ്പോഴും പെർഫെക്റ്റ് ആണ്. ഇത് തിരുവനന്തപുരത്ത് എവിടെ നിന്നായിരുന്നു എടുത്തത്? ഇതിപ്പോ എറണാകുളത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം ഇപ്പോൾ എറണാകുളത്ത് മാത്രമേ ഉള്ളായിരുന്നു അവരുടെ തുടക്കം. ഓ ശരി ശരി. ഇത് വണ്ടി എന്ന് പറഞ്ഞാൽ കോളിസ് വന്ന അതേ വർഷത്തിലുള്ള വണ്ടി. 2000-ലാണ് കോളിസ് ഇന്ത്യയിൽ വരുന്നത്. ഫസ്റ്റ് ടൊയോട്ട കോളിസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ടൊയോട്ട കോളിസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓ ശരി. ഇത് ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണ്. അതുകൊണ്ട് ബോഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ് ഈ വണ്ടിയുടെ. ഈ 2000-ലൊക്കെ അതിന് ശേഷമാണ് ഇവർക്ക് ഇവിടെ പ്ലാന്റുകൾ വരികയും വേറെ ബോഡി ലോക്കലി മാനുഫാക്ചർ ചെയ്ത് തുടങ്ങിയല്ലേ. എറണാകുളത്ത് അല്ല ബാംഗ്ലൂരിൽ അവർക്ക് ബോഡി വർക്ക്ഷോപ്പ്. ഓ ശരി ശരി. ഇതിന് ABS ഒക്കെ ഉള്ള ടൈപ്പ് ആണോ? അല്ല, സാധാ ബ്രേക്കിംഗ്. നമ്മൾ ബ്രേക്കിൽ തൊടുമ്പോ ക്യാമറ വരും അല്ലേ? അത് ഇതിന്റെ ഒരു തകരാറാണ്. ഇത് അഡീഷണൽ എനിക്ക് ബാക്ക് ക്യാമറ വെച്ചതാ. ബാക്ക് ക്യാമറയും അതുപോലെ തന്നെ മ്യൂസിക്കും എല്ലാം കിട്ടും. ഓ ശരി ശരി ശരി. നമുക്ക് എന്തുകൊണ്ടെങ്കിലും മറ്റേ USB ഒക്കെ കൂടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ. ഓക്കെ ഓക്കെ. ഓക്കെ. ഇതില് ലോങ് എവിടെ? പൂനെയിലൊക്കെയാണോ പോയിട്ടുള്ളത്? ഞാൻ പൂനെ പോയിട്ടുണ്ട്. ഗുൽബർഗ കേട്ടിട്ടുണ്ട്. പൂനെക്ക് എടുത്ത. ഓ ശരി ശരി. പിന്നെ രണ്ടാമത്തെ മോള് പഠിച്ചത് പോണ്ടിച്ചേരി. ഈ ഫാനിന്റെ സ്വിച്ച് അത് പോയതായിരുന്നോ? ഈ ഫാനിന്റെ സ്വിച്ച് ഈ സ്വിച്ച് തകരാറായതാണ്. നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതാണ്. ഓക്കെ. അതുകൊണ്ട് സെപ്പറേറ്റ് വെച്ചെന്ന് പറഞ്ഞിരുന്നാലും നമുക്കിപ്പം ഇതിന്റെ പാർട്ട് എടുക്കണമെങ്കിൽ ഇനി നമുക്ക് അന്ന് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അല്ലാതെ സ്പെയർ ഒക്കെ കിട്ടുമോ? സ്പെയറെല്ലാം കിട്ടുന്നു. ഓ ശരി. ഇതിന് ശേഷമുള്ള ഇന്നോവയൊക്കെ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ? ഓടിച്ചു നോക്കിയിട്ടുണ്ട്. ഇതിന് എന്ത് ഒരു വ്യത്യാസം? എനിക്ക് ഫ്രണ്ട് കാണാൻ വയ്യാത്തൊരു പ്രശ്നം. ഇതിന്റെ സീറ്റ് ഇരുന്നിട്ട് താഴോട്ട് നല്ല രീതിയിൽ കാണല്ലേ? ഇതാണ് എനിക്ക് ഓടിച്ചോടിച്ച് വശമുള്ളത്. ഭയങ്കര ഇതായിട്ട് കിട്ടുന്ന ഈ വണ്ടി. മഴയായിരുന്നല്ലേ മൊത്തം? വൈകുന്നേരം തുടങ്ങിയത്.
നമ്മുടെ റോഡൊക്കെ രാവിലെ തൊട്ടേ വഴിയായിരുന്നു. ആ, അഞ്ചല് പുനലൂര് ഇങ്ങോട്ട് നമ്മൾ നേരത്തെ പത്തനാപുരം വന്നായിരുന്നു. ഈ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിപ്പം 2015 ഫസ്റ്റ് ടെസ്റ്റ് നടന്നു. അത് 20 ഇനിയിപ്പോ 25 അടുത്ത ടെസ്റ്റ് നടത്തും. ഓക്കെ. ഓരോ പിന്നീട് ഓരോ 5 കൊല്ലം കൂടെ 5 വർഷം കഴിഞ്ഞിട്ട് ഓരോ 5 വർഷം. അന്നേരം എന്തൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും? അന്നേരം എവിടെങ്കിലും പാച്ച് വർക്ക് ഉണ്ടെങ്കിൽ പാച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ബോഡിയിൽ പെയിന്റ് തുടങ്ങുമ്പോൾ പെയിന്റ് അടിക്കണം. ഓക്കെ. തുരുമ്പ് എന്തെങ്കിലുമൊക്കെ മാറ്റണം അല്ലേ? ഓ ശരി ശരി. ഇപ്പോഴും പൊല്യൂഷനെ കൊടുത്താൽ പൊല്യൂഷനായിട്ട് റീഡിങ് വളരെ ഏറ്റവും താഴെ ഒരു പൊല്യൂഷൻ പ്രശ്നം ഇപ്പോഴും ഇല്ല. 27 വർഷം വണ്ടി ഓടിയിട്ടു. ഓ ശരി ശരി ശരി. ബസ് ഒന്നും എടുക്കാൻ കാണത്തില്ലല്ലോ. ഓക്കെ. അപ്പം ഇത് വെറിച്ചിട്ടിരുന്ന ഹാൻഡ് ബ്രേക്ക്. ഓക്കെ. അന്നേരം മറ്റേതെങ്ങനെ തിരിച്ചിട്ട് എങ്ങോട്ട് തിരിക്കണമായിരുന്നു? ആക്കണമെങ്കിൽ ഇത് തിരിക്കണമെങ്കിൽ ഓ ശരി ശരി. ആ നേരത്തെ ഞാൻ നോക്കിയില്ല. ഓക്കെ. അപ്പം താങ്ക്സ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടി ഓടിക്കുന്നത്. പക്ഷെ സാധനം ഇത്രയും സ്മൂത്ത് ആണ് ഇപ്പോഴാണ് അറിയുന്നത്.